ഉച്ചയ്ക്ക് പാട്ട് കേട്ടോണ്ട് നിൽക്കാണോ? ഊണൊക്കെ കഴിച്ചോ? ഇല്ല, ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ലേ? ഇനിയെപ്പോഴാ? അത് മാത്തൻ പെട്ടെന്നുണ്ടാക്കും. എക്സ്പേർട്ട് കുക്കാ. ബോക്സറാ, യൂണിവേഴ്സിറ്റി ചാമ്പ്യനൊക്കെയാ. ബോക്സിങ്ങിന് പൊക്കോട്ടെ. അവന്റെ ഇടിയൊക്കെ അതിന് തയ്യാറായി വരുന്നവരുടെ മുഖത്തിട്ട് കൊടുത്തോട്ടെ. നാട്ടുകാര് പിള്ളേരെ വെറുതെ വിടുവല്ലോ എന്നാ ലക്ഷ്മിയടത്തി പറയാറ്. കുറിയും തൊട്ടുള്ളി നടപ്പ് കണ്ടാ തോന്നില്ല. കൊച്ചിലെ ഇവന് ദേഷ്യം വന്നാ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണോ മൂക്കോ എന്തായാലും പോവും. ചന്ദനം തൊട്ടാ തണുപ്പല്ലേ, കോപം ഒത്തിരി തണുത്ത് കിട്ടുമെന്ന് ജോത്സ്യര് പറഞ്ഞിട്ട് ലക്ഷ്മിയടത്തി തൊട്ടുകൊടുത്തതാ. അമ്മ ഒരു ചെറിയ ചന്ദനമുട്ടി വാങ്ങിച്ചു. കാലത്തതെടുത്ത് നനച്ച് കല്ലിലിട്ട് ഉരച്ചെടുത്ത് നെറ്റിയെ തൊട്ട് തരുമ്പോൾ നല്ല തണുപ്പാ. അമ്മ തരുന്ന സ്നേഹം കൂടെ തണുപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ തൊടുന്ന ചന്ദനമൊന്നുമല്ല, വേറെന്തോ പൊടിയാ. കളർ മാത്രമേ ഉള്ളൂ, മണവും തണുപ്പൊന്നുമില്ല. അത് പോട്ടെ, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് ഊഹിച്ചല്ലോ. എന്നാ നാളെ തൊട്ട് ഓഫീസിലേക്ക് വരണം. വിനീതിനെ വനിതാരത്നത്തിന് ആവശ്യമുണ്ട്. അഡ്വക്കേറ്റ് ദീപയുടെ ഇന്റർവ്യൂ കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് വേറെ പ്രോജക്റ്റ് എടുക്കാം. അതിനുള്ള ടൈമുണ്ട്. ടൈമുണ്ടെങ്കിൽ അത് തന്നെ നോക്കാം. കിട്ടാത്തത് കിട്ടുമ്പോഴാണല്ലോ ഒരു ജേർണലിസ്റ്റിന്റെ ത്രിൽ. അഡ്വക്കേറ്റ് ദീപ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഐ വിൽ ഗെറ്റ് ഇറ്റ്. ഹോപ്പ് സോ. വൈ ഡോണ്ട് യു ചേഞ്ച് യുവർ സ്റ്റൈൽ? ഇറ്റ് മൈറ്റ് ഡു വണ്ടേഴ്സ്. ഈ കുറിയൊക്കെ ഒന്ന് മാറ്റി ഒരു ന്യൂ ലുക്ക്. എനിക്കിത് പറയാമോന്ന് ഐ ഡോണ്ട് നോ. അമ്മ തൊട്ട് തന്ന കുറി. അമ്മ കുറി തൊട്ട് തന്നത് മനസ്സിലാണ്. അഡ്വക്കേറ്റ് ദീപയ്ക്ക് ഈ കുറി ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. ഞാനത് അവർ തമാശയായിട്ട് പറഞ്ഞെന്നേ കരുതിയുള്ളൂ. ഒന്ന് മാറ്റി നോക്കാം, വേറെ തന്ത്രങ്ങൾ പയറ്റാം. എന്നാൽ ഈ കുറിക്ക് എന്താ ഒരു കുഴപ്പം?